നമ്മൾ ജർമ്മൻ ഷവർമ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. ജർമ്മനിയിലൊരു മെഡിക്കൽ ഷോപ്പ് വിക്ടോറിയ അപ്പോത്തിക്കനൊക്കെ ഇതുപോലെ എടുത്തിട്ട് സ്ലൈസ് ചെയ്ത് ഇവർ ഷവർമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ സ്റ്റട്ട്, നേരത്തെ പറഞ്ഞില്ലേ, ഓൾഡംബൂർ. ഹലോ ഗൈസ്, അപ്പോൾ ഡെലുലു ടേപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഒരു ചൊവ്വാഴ്ചയാണ്, നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ ഞാൻ സിറ്റിയിലേക്ക് ഇറങ്ങിയാണ്. ഇന്ന് നമ്മൾ ജർമ്മൻ ഷവർമ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. നിങ്ങളൊക്കെ ഓൾറെഡി കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോൾ ജർമ്മൻ ഷവർമ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്കാദ്യം അത് പോയി മേടിക്കുക. അപ്പോൾ ഞാൻ സിറ്റിയിലാണ്. സിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഞങ്ങളുടെ സിറ്റി എന്നുള്ളത്. ഇതാണ് ഞങ്ങളുടെ സിറ്റി സെൻറ്റർ ഓൾഡംബൂർക്ക്. അപ്പോൾ ഇത് ലപ്പാൻ ആണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് സിറ്റിയുടെ ഉള്ളിലത്തെ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ നിറച്ച് സ്റ്റോറുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഡോണർ കടയിൽ നിന്നാണ് നമ്മൾ ഡോണർ മേടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കടയിൽ നിന്നാണ് നമ്മൾ ജർമ്മൻ ഷവർമ മേടിക്കാൻ പോകുന്നത്. ഇതിനെ ഡോണർ എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാവർക്കും അറിയാതിരിക്കും, എന്നാലും ഞാൻ ചുമ്മാ ഒന്നുകൂടി പറയുന്നതെന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ -5 ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല തണുപ്പാണ്. റോഡൊക്കെ ഫുള്ള് മരവിച്ച് കിടക്കുകയാണ്. ഗ്ലാറ്റ് എന്ന് പറയും, തെന്നിപ്പോവും നടക്കുമ്പോൾ. ഇവിടെ സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതാണ് പുറത്തേക്ക്. ഗൈസ്, അപ്പോൾ ജാക്കറ്റും ഇതൊന്നും ഇടാണ്ട് ഒരു വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ഇതാണ് അവസ്ഥ, മുട്ടം തണുപ്പാണ്. അതുകൊണ്ട് ഇതൊന്നും ഇടാണ്ടിരിക്കാനും പറ്റില്ല, ചത്തുപോകും. ഇപ്പം തന്നെ കൈ മരവിച്ചിരിക്കുകയാണ്. നേരത്തെ പറയുമ്പോൾ -5. ഇങ്ങനെയാണ് ഞങ്ങളുടെ സ്ട്രാസയൊക്കെ കാണുന്നത്. ഇവിടുത്തെ സ്ട്രീറ്റുകളൊക്കെയാണ് കാണുന്നത്. പ്രാവുകൾ, ഒരു കുതിരയുണ്ട് ഇവിടെ. കുതിരയുടെ ബാക്കിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇതാണ് ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ, സിറ്റി സ്ട്രാസയുടെ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുതിരയുടെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണത്. അപ്പോൾ ഇവിടെ ഒരു ടുർമുണ്ട്. ഈ കാണുന്ന ഇതിന് ഇവിടെ ജർമ്മനിൽ ടുർമ എന്നാണ് പറയുക. ഇതുപോലെ മലയാളം എന്താണെന്ന് എനിക്കറിയില്ല, ടവറുകൾ. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയി ഒരു ജർമ്മൻ ഷവർമ അങ്ങോട്ട് ഓർഡർ ചെയ്യാം. ഇത് കണ്ടില്ലേ സിറ്റി, ഇവിടുത്തെ സ്ട്രാസൊക്കെ ഫുള്ള് തണുപ്പ് മരവിച്ച് കിടക്കുകയാണ്. ഫ്രോസ്റ്റായി കിടക്കുകയാണ്. നടന്നാൽ ശരിക്കും തെന്നും. വിൻ്റർ ഷോ ഒന്നും ഇടാണ്ട് നടക്കാൻ പറ്റില്ല. ഇതാണ് ഡോണറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. നമുക്കൊരു ഡോണർ പോയിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. അകത്തേക്ക് കയറട്ടെ. Ja. Genau, mit Salat und Soße. Ja. Ja. Mitnehmen. Mit Karte. ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്ക് ചെയ്യണത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ കടയുടെ ഉള്ളിലാണ്. ഗൈസ്, അപ്പം ഞാൻ ബുക്ക് ചെയ്തത് ഡോണർ വിത്തൗട്ട് പോമസ് ആണ് കേട്ടോ. അത് ഫ്രഞ്ച് ഫ്രൈസ് ഇല്ല എന്നോ, കാരണം ഫ്രഞ്ച് ഫ്രൈസ് എനിക്ക് ഇഷ്ടമല്ല, അതത്ര ഹെൽത്തി അല്ല. വിത്ത് സലാഡാണ് പറഞ്ഞേക്കാം ഡോണർ. ചിക്കൻ ഹെൻഷൻ ഫ്ലൈഷ്. അപ്പോൾ സാധനം കിട്ടി. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ വെയിറ്റ് ചെയ്യണം. സ്റ്റാനി അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധനം കിട്ടി. ഇനി വെയിറ്റ് ചെയ്യണം. ഇത് കൊള്ളാമല്ലോ ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ മുട്ടൻ തണുപ്പാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പം തന്നെ എടുത്ത് ബാഗിൽ വെക്കട്ടെ. എന്തായാലും തണുത്തോ, വീട്ടിൽ ചെന്ന് ചൂടാക്കണം. ഇപ്പം ഇതാണ് ഞങ്ങളുടെ സ്റ്റട്ട്, നേരത്തെ പറഞ്ഞില്ലേ, ഓൾഡംബൂർക്ക് ലപ്പാൻ. അപ്പം ഞാൻ
നമ്മുടെ ജർമ്മൻ ഷവർമ മേടിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്ലൗസൊക്കെ ഇട്ടാണ്ടോ നടക്കണത്, ക്യാമറ പിടിച്ചേക്കണം. ഇത് കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇവിടെ ഈ വെള്ള കളർ കണ്ട നിങ്ങൾ, ഇത് മൊത്തം ഫ്രോസ്റ്റായി കിടക്കണം. അതിൽ കട്ടയെന്ന് പറഞ്ഞാൽ നല്ല ഫ്രോസ്റ്റാ. -4, -5 എന്നൊക്കെ പറഞ്ഞാൽ ഫീൽസ് ലൈക്ക് -12 ഉണ്ടാവും കാറ്റൊക്കെ വീശുമ്പോൾ. നമുക്കൊക്കെ അധികം നേരം കൈ പുറത്തിടാൻ പറ്റില്ല, 2 മിനിറ്റ് മാക്സിമം. അത് കഴിയുമ്പോഴേക്കും പറ്റില്ല ഗ്ലൗസ് ഇല്ലാണ്ട്. ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ പോയി കൈ. ഇതാണ് ലപ്പാൻ മെയിൻ സ്ഥലം. ഈ മരമൊക്കെ നിറച്ച് ഇലകളൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ വിൻ്ററായപ്പോൾ എല്ലാം പോയി. ഇവിടെ എത്തി. ഇനി ബസ് സ്റ്റോപ്പ് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ബസ് കയറി പോകണേ. ഇത് ഞാൻ ഒരു ദിവസം രാത്രി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായി, പക്ഷെ അത് മൊത്തം ഇരുട്ടായിരുന്നു, അപ്പോൾ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. കണ്ടില്ല, മൊത്തം മഞ്ഞാണ്, മരമൊക്കെ മഞ്ഞിലാണ്, മരത്തിൻ്റെ കടയൊക്കെ ഫുള്ള് മഞ്ഞിലാണ്, ഫ്രോസൺ ആയിരിക്കണം, തെന്നിപ്പോവും. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾ ദേ വരുന്നുണ്ട്. ദേ വരുന്നു, വേറെ ആരുമില്ല, ഭാര്യ തന്നെ. ഇത്ര നേരം വെയിറ്റ് ചെയ്യണം, നേരത്തെ വന്നോളൂ. ഞങ്ങൾ ബസ്സിൽ കയറി, ബസ്സിൽ സീറ്റിൽ ഇരിക്കണം. എല്ലാവരും തണുത്ത് മരവിച്ച് ചത്ത്. ഗൈസ്, അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയിട്ടില്ല. ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി. കാരണം നമ്മൾക്ക് എന്താണ് അരിയില്ല, സവോളയില്ല, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങി. ഗൈസ്, ഇത് കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ വെച്ച് റോഡൊക്കെ ഫ്രീസായി കിടക്കുന്നു. ഇതാണ് അവസ്ഥ. ഇപ്പം താഴ്ത്തുനിന്ന് മറ്റേ തെർമോക്കോള് പിടിക്കുമ്പോൾ വെളുത്തിരിക്കൂല, അതുപോലെ ഉണ്ട് മുഖമൊക്കെ. ഇത് കണ്ട കളറ് കൂടിയ മുഖത്ത്. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളൊരു പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട്, നോഡ് സ്ട്രാസെ. ഇവിടെ ഇറങ്ങിയിട്ടാണ് നമ്മളെപ്പോഴും ഈ നെറ്റോ കടയിലൊക്കെ പോകുന്നത് സാധനങ്ങളൊക്കെ പിടിക്കാൻ. ഇതൊക്കെ കണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇലകളൊക്കെ കൊഴിഞ്ഞ് എല്ലാം പോയി. നീ വിൻ്റർ ഒന്ന് കഴിയണം ഗൈസ്. അപ്പോൾ ഈ കട നിങ്ങൾക്ക് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചതുണ്ട്. ഇവിടെ ആവശ്യമുള്ളവർക്കൊക്കെ വന്നിട്ട് മേടിക്കാം സാധനങ്ങളൊക്കെ. ഇവിടെ എല്ലാം കിട്ടും. ഇതാണ് ജർമ്മനിയിലൊരു മെഡിക്കൽ ഷോപ്പ്, വിക്ടോറിയ അപ്പോത്തിക്കേ. നീ എടുക്ക് പോയിട്ട്, ഞാൻ അത് വീഡിയോ എടുക്കാം. അപ്പോൾ ഉന്തുവണ്ടി എടുക്കാൻ പോകുന്നുണ്ട്. ഉന്തുവണ്ടീനെ ജർമ്മനിൽ ഐൻകൗസ് വാഗൻ എന്നാണ് പറയാ. ഐൻകൗസ് വാഗൻ. സാധാരണ ഇത് എടുക്കാനൊരു ചെറിയൊരു €1 എന്തെങ്കിലും ഇടണം. ഇതുപോലെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ ഉണ്ടാ, പക്ഷെ എൻ്റെ ഉണ്ടാന്ന് കയറി. നിൻ്റെ ഉണ്ടാ? എൻ്റെ ഉണ്ടെന്ന് നോക്കട്ടെ. ചേട്ടനെ കാണുന്നത് തപ്പുന്നതൊക്കെ വീടെടുക്കാം. ഇന്ന് ജിമ്മിൽ പോന്നില്ല. ഇങ്ങോട്ട് നേരെ വിടി, ഞാൻ പൊങ്ങുമ്പോ ക്യാമറ പൊക്ക്. കിട്ടി €2. ഓക്കെ. നമുക്കത് ആവശ്യമുണ്ട്. പക്ഷെ ഞാനപ്പോൾ ഇന്ന് ശരിക്കും ഒരു ജർമ്മൻ ഷവർമയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചത്. അവസാനം ഇപ്പോൾ ഇവളും കൂടി കയറി വന്നപ്പോൾ ഷോപ്പിങ്ങും കൂടി ആയിരുന്നു അത്. കണ്ടില്ലേ, സവാള വന്ന്. ഇവൾ കാണുന്ന സാധനങ്ങളൊക്കെ പെറുക്കിയിടോട്ടാ, എന്നിട്ട് വെറുതെ കൊണ്ട് ചീത്തക്കളയും. അപ്പോൾ നമ്മുടെ മെയിൻ സാധനം കിട്ടി, നമ്മുടെ നാട്ടിലത്തെ അരി. ഇവിടെ ഇതിനെ പാർബോയിൽഡ് റൈസ് എന്നാണ് പറയാറ്. പാർബോയിൽഡ് ഗെല്ലിംഗ് ടിം, നമ്മുടെ നാട്ടിൽ അതേ സെയിം റൈസാണ്. ഇവിടെ എല്ലാവരെയും കിട്ടും. ജാസ്മിൻ റൈസ് അത് €1.99. നമ്മുടെ അരിക്ക് 1.39. നേരത്തെ
അതെ, നേരത്തെ അരിക്ക് ഇവിടെ 1.59 ഇരുന്നു. ഇപ്പോൾ അരിയുടെ വില ഈ മാസം കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ 1.39. ഇതാണ് പിസ്സ സെക്ഷൻ. ഇവിടെ പിസ്സ ഒരുപാട് പിസ്സ ഉണ്ട്. പിസ്സക്കൊക്കെ ഈ ഒരു റേറ്റാണ് 3.39. പല വ്യത്യസ്തമായ പിസ്സകളാണ് ഈ കാണുന്നത്. ഫോൺ വിളിച്ച് ചോദിച്ചോണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്ന്. മറന്നുപോയി ലിസ്റ്റ്. ഇതൊക്കെ ഈ യോഗോട്ട്, പിന്നെ പ്രോട്ടീൻ കണ്ടന്റുള്ള എന്താ പറയുക പുഡിങ്ങുകൾ, അങ്ങനത്തെ ഉള്ള സെക്ഷനുകളൊക്കെയാണ് ഇത്. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ഓർമ്മ കൊടുക്കാമെന്ന് ഒരു ചിക്കൻ ബ്രസ്റ്റ് തീർന്ന്. അപ്പം ഇത് ഓഫറുണ്ട്. ഇപ്പം 8.19 €8.19. ഈ പോർക്ക് വലിയ ഗുണം ഉണ്ടാവില്ല. എല്ലിൻ്റെ എടുത്താലേ, റിബ് എടുത്താലേ ടേസ്റ്റ്. റിബ്, പോർക്കിൻ്റെ റിബ് അടിപൊളിയാണ്. പക്ഷേ ഇത് കുറച്ചുണ്ടാവുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇതിന് എത്രയാണ്? 600 ഗ്രാമിന് 3.69, കിലോന് 5.79. ഇത് കണ്ട ഇങ്ങനെ ഇവിടെ പോർക്കൊക്കെ കിട്ടണം നമുക്ക്. ഇത് 1.5 കിലോ €9 ഉള്ളൂ, €900. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ പോർക്കല്ല ഇത്. നെയ്യില്ല, നെയ്യ് പോർഷൻ കുറവ്, അതുകൊണ്ട് കുക്ക് ചെയ്താൽ വലിയ സെറ്റപ്പ് ആവില്ല. നെയ്യുള്ള പോർക്കാണ് ടേസ്റ്റ് ഉള്ളത്. അപ്പം ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇപ്പോൾ മേടിച്ചേക്കണ നിലവിൽ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ സാധനങ്ങളുടെ എണ്ണം കൂടാൻ ചാൻസ് ഉണ്ട്. എന്താ ചോദിച്ചത് നീ? ബിയറാ? ഏത് ബിയർ? നിനക്ക് ബിയർ കുടിക്കാൻ പാടില്ല, നിനക്ക് വയ്യാത്ത കൊച്ചാമി. കാലിടിച്ചുകൊണ്ട്. പക്ഷെ നമ്മൾ ബിയർ സെക്ഷനിലെത്തി. ഇവിടെ എത്തുമ്പോൾ ഒരു ബാക്ക് ഗിയർ വീഴോടെ എത്തുമ്പോൾ പുറകോട്ടൊരു വലിവാണ് എപ്പോഴും. പിന്നെ കൺസിഡർ ചെയ്ത് നമ്മൾ മേടിക്കണ്ടേ. ഹൈനിക്ക തീർന്നപ്പോൾ മേടിക്കണ്ട. പിന്നുള്ളത് പൗലാനറേ ഉള്ളു. ഇപ്പോൾ അവസാനം ഞങ്ങൾ ബിയറിൻ്റെ കെണിയിൽ പെട്ടു. പിന്നെ ബിയർ മേടിക്കാൻ തന്നെ തീരുമാനം. എപ്പോൾ വന്നാലും ഇതാണ് അവസ്ഥ. ഇവിടെ എത്തുമ്പോൾ ഒരു പുറകോട്ടൊരു വലിവാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ തേങ്ങയൊന്നും കിട്ടില്ല. പകരം തേങ്ങ പീരയിട്ട് പാക്കറ്റിലാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരെണ്ണം വേണം. അപ്പം ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം. കൊണ്ടുപോയിരുന്നു. എന്താ ഇതൊക്കെ? നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകണം. ഇത് നല്ലൊരു ചോക്ലേറ്റ് ആയിരുന്നു. ഫെറോറോ. ഞാൻ ചോക്ലേറ്റിനെതിരാ. ഒരുപാട് വ്യത്യസ്തപരങ്ങളായ തേനുകളാണ് ഈ കാണുന്നത്. നമ്മൾ ഇപ്പോൾ നിലവിൽ തേങ്ങാപ്പീരിയാണ് എടുത്തോണ്ടിരിക്കുന്നത്. കോക്കോസ് റാസ്പെൽ തേങ്ങാപ്പീരിയാണ്. ശരിക്കും ഇത് ഇവിടെ കേക്ക് ഉണ്ടാക്കും, ബേക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ മുകളിലിടാനാണ് ഇവർ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളത് തേങ്ങ അരച്ചും അല്ലാതൊക്കെ ഉപയോഗിക്കും കറിക്കായിട്ട്. പിന്നെ ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇതുപോലെ ചെടികൾ, ഫ്ലവർ വേസ് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേസ് ഉണ്ടാവും. റൂമിലൊക്കെ ഇങ്ങനെ ചെടിയൊക്കെ ഇതുപോലെ പൂക്കളൊക്കെ വെക്കാൻ. പക്ഷേ ഈ മനുഷ്യൻ സമ്മതിക്കത്തില്ല. ഇതാണ് പിന്നെ പച്ചക്കറിയുടെ സെക്ഷൻ. നമ്മുടെ അവിടുത്തെ പോലെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. അതായത് നമുക്ക് പച്ചക്കറികളായിട്ട് നെറ്റോലിട്ടാൽ വേറെ ആൾഡി അതുപോലെയുള്ള കടകളിലൊക്കെ ഉണ്ടാവും. ഇതുപോലെ ടൊമാറ്റോസ്, ചെറിയ പല വിധത്തിലുള്ള ടൊമാറ്റോസ് ഒക്കെ ഉണ്ട്. സൈസും അത് ചെറിയ ടൊമാറ്റോ, അതിനേലും ചെറിയ ടൊമാറ്റോ. ഇപ്പം ഞാനൊരു ഫോൾക്കോൺ ബ്രെഡ് കൂടി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ വണ്ടിക്ക് ഇങ്ങനത്തെ പല ഉപകാരങ്ങളുണ്ട്. നമുക്കിങ്ങനെ നമ്മുടെ ബാഗ്സൊക്കെ ഉണ്ടെങ്കിൽ ബാഗുകളൊക്കെ ഇതിനകത്ത് വെച്ചിട്ട് പോവാം ഒന്തിക്കൊണ്ട്. അപ്പം ഇനി ബില്ലടിച്ചിട്ടാണ്. ഞാൻ ബില്ലടിക്കാൻ നിൽക്കുകയാണ് കാസയിൽ. ഇതാണ് കാസേ നമ്പർ 1. ഇനി ബില്ലടിച്ചിട്ട് കാണാം. അപ്പം ഇതുപോലെ നമ്മൾ സാധനങ്ങളൊക്കെ നിരത്തി ഇവിടെ ഒരു ഇതിൽ വെക്കണം. ഇതിനോട് അവർ സ്കാൻ ചെയ്തിട്ട് അവസാനം നമ്മൾ പേ ചെയ്യാം. അപ്പം ഞങ്ങൾ പർച്ചേസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവൾക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് 2 മരുന്ന് മേടിക്കാനുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ഇപ്പോൾ വണ്ടി കയറി ചത്തവൻ. നീ നമ്മൾ നേരത്തെ കാണിച്ച ഈ അപ്പോത്തിക്കയിലേക്ക് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് ക്രോസ് ചെയ്യണം.
വണ്ടികൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഓടാനാണെങ്കിൽ പേടി. ഓടിയാ തലടിച്ച് വീണു. റോഡ് മരവിച്ചടക്കാണ്. റോഡ് ക്രോസ് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പോലെ തന്നെ ഇങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്യൂടെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം അപ്പോത്തിക്കയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടൊരു അമ്മച്ചി ഇവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിപ്പോൾ അപ്പോത്തിക്കയുടെ ഉള്ളിലാണ്. Genau, der erste hat für 3 Monate geschrieben. Und die würde 18,72 € kosten. Für 3 Monate? Für 3 Monate. Ja. Also 3 മാസത്തേക്ക് മേടിക്കണം. അടിക്കാതെ 18 അല്ലേ? Ja. Also dann lieber für 3 Monate. Für 3 Monate, Ja. ja. ഇതുപോലെ നമ്മുടെ ഗസോണ്ടൈസ് കാർഡ് ഇവിടെ വന്നിട്ട് ഇതുപോലെ ഇവിടെ ഒരു മെഷീൻ ഉണ്ട്. അപ്പോൾ ഇതിൽ കുത്തി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഡോക്ടർ നമുക്ക് എഴുതി വെക്കണ ഡീറ്റെയിൽസ് ഒക്കെ ഇവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. പറഞ്ഞ പോലെ അപ്പോൾ അത് ഇതിൽ കുത്തി വെച്ചാൽ മതി. അപ്പോൾ അതിന് നമുക്ക് വേറെ ഷീറ്റും കാര്യങ്ങളൊന്നും ഡോക്ടറുടെ അടുത്ത് നിന്ന് കിട്ടില്ല. അപ്പോൾ ഇത് ജസ്റ്റ് അവിടെ വെക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ്, ഏതൊക്കെ മെഡിസിൻ എത്ര നാളത്തേക്കാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ മരുന്ന് മേടിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. മരുന്ന് കിട്ടിയില്ലേ? പറഞ്ഞ കടയുടെ ഇപ്പുറത്തുനിന്നുള്ള വ്യൂ ആണ് ഗൈസ്. അപ്പോൾ അതേ ഒരു പെട്രോൾ പമ്പാണ് ഈ കാണുന്നത് ഇവിടുത്തെ. ഇതിൻ്റെ അപ്പുറത്തൊരു ഹാപ്പി ടാങ്ക് ഷോപ്പ് എന്ന് എഴുതിയാണ്. അത് ഇതിന് കിയോസ്ക് എന്നാണ് പറയാറ്. ഇവിടെ ചെറിയ ചെറിയ കടകളാണ്. ഇത് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. 24/7 ഒക്കെ എല്ലാ ദിവസവും ഓപ്പൺ ആയിരിക്കും. സ്ട്രൈക്കൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിരിക്കും. ഇവിടെ നമുക്ക് ഇതുപോലെ ബിയറും കാര്യങ്ങളൊക്കെ ഈ കിയോസ്കുകളിൽ നിന്ന് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കുക. ബിയർ, ചിപ്സ്, അങ്ങനെയുള്ള ഡ്രിങ്ക്സ്, വെള്ളങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ കിട്ടാറ്. ഈ കട എപ്പോഴും മാക്സിമം ഓപ്പൺ ആയിരിക്കും. വേറെ അവധി ദിവസങ്ങളിലും ഇത് ഓപ്പൺ ആയിരിക്കും. സൺഡേസിലും ഓപ്പൺ ആയിരിക്കും. ഒരു ഡാഫിൻ്റെ കിടിലം വണ്ടി, ട്രെയിലറിൻ്റെ എഞ്ചിനാണ് പോകുന്നത്. അപ്പോൾ ഇനി ഒന്നുമില്ല, ഇനി വണ്ടി പിടിക്കുക, വീട്ടിൽ പോവാം. നമ്മളിപ്പോൾ അടുത്ത വണ്ടി പിടിക്കാൻ വന്നിരിക്കണത്. ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. നല്ല തണുപ്പാണ്. ആ വേസ്റ്റ് വെക്കണ ബോക്സ് തോട്ടി പോയി കഴുകാനാ. തോട്ടി പോയി പുള്ളി എന്നിട്ട് അത് കോരി എടുത്തോണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പിറക്കി എടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് കണ്ടില്ലേ, ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയാണ്ടി കാണുന്നത്. 2 സൈഡിലും മഞ്ഞ് കട്ട പിടിച്ച് ഫ്രിഡ്ജിലത്തെ പോലെ, ഫ്രീസറെ പോലെ ഇരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, അതെ. ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു തോടാണ്. അതുവരെ മരവിച്ചിരിക്കുകയാണ്. ഇത് കുറേ ദിവസം മുമ്പ് വീണ മഞ്ഞാണ്ടാ. എത്ര ഒരാഴ്ച ചെയ്യുന്നുള്ളേ. ഒരാഴ്ചക്കുള്ള ഈ മഞ്ഞ് ഇങ്ങനെ കിടക്കണം. ടെമ്പറേച്ചർ കൂടുതലാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ തന്നെ കിടക്കണം. സൈക്കിളും കൊണ്ടേ ഞങ്ങൾ ക്രോസ് ചെയ്യണ സമയത്ത് തന്നെ ഈ സാധനം ഒരു ട്രെയിൻ വരും. അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇങ്ങനെയാണ്. ഇത് അടഞ്ഞു. ഓട്ടോമാറ്റിക്കായിട്ട് അടയും. ഇവിടെ ഒരു പണിക്കാരൻ്റെ ആവശ്യമില്ല. ഈ വഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ നീ പോയേ ഈ സൈഡിൽ നിന്ന് ഒന്ന് തെന്നി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പിറക്കി എടുക്കേണ്ടി വരും ആ തോട്ടിന്ന്. ഗൈസ്, ഈ വളവിൽ വേണമെങ്കിൽ ഒരു ടോക്കിയോ ഡ്രിഫ്റ്റ് നടത്താം. കാറുണ്ടെങ്കിൽ ഒറ്റ വളച്ചാൽ മതി. വണ്ടി അപ്പുറത്തത് അവിടെ അപ്പുറത്തൊരു തോടുണ്ട്. ഈ കാറിൻ്റെ അപ്പുറത്ത് നടക്കും. നീ ഇവിടെ അല്ലേ കുട്ടി കുത്തി വീണത്? അമ്മച്ചി പയ്യെ പോയത്, അതുകൊണ്ട് അമ്മച്ചി രക്ഷപ്പെട്ടു. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വീട്ടിലെത്തി. ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ നല്ല വിശപ്പാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മേടിച്ച സംഭവം നമ്മൾ ടേസ്റ്റ് ചെയ്യണം. കഴിക്കണം മുഴുവൻ. നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. ഓക്കെ, ജർമ്മൻ ഷവർമ കഴിക്കാം ഗൈസ്. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് കഴിച്ചു തുടങ്ങാം. അപ്പോൾ ഗൈസ്, നമുക്കിത് കഴിക്കാം. അപ്പോൾ ഞാൻ ക്യാമറ സൈഡിൽ ചാരി വെച്ചേക്കണം. കാരണം സ്റ്റാൻഡ് വെച്ചിട്ട് ശരിയാവുന്നില്ല. അപ്പോൾ ഇത്
ഇങ്ങനെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇത് ഓണർ നമ്മൾ വീട്ടിലേക്കൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ്. സൂപ്പറാണ്. ഇതാ സംഭവം ബ്രോട്ടിൽ വെച്ചിട്ടുള്ള ഞാൻ മേടിച്ചത്, ബ്രെഡിൽ വെച്ചിട്ടുള്ള ഡോണറാണ്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് കഴിച്ചു കൊടുക്കാം. നല്ല വിശപ്പുണ്ട്. സാധാരണ നേരെ കടിച്ചാൽ കഴിക്കാറ്. ഇപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മുറിക്കാനുണ്ടായിട്ട് മുറിക്കട്ടെ കേട്ടോ. മുറിയാണല്ലോ, നല്ല നല്ല കട്ടിയാണ് ഈ ബ്രെഡിന്. അപ്പം ഇങ്ങനെ സംഭവം ഇരിക്കണത്. പിന്നെ ഇത് കഴിക്കാം, നമുക്ക് വിശക്കണം. അടിപൊളിയാകുമ്പം സൂപ്പറാണ്. റെസിപ്പി ഇതിപ്പോൾ നമ്മുടെ ജർമ്മൻ ഷവർമ എന്ന് പറയുന്നത്. കാരണം ഇതിൽ നമ്മുടെ അവിടുത്തെ പോലെ തന്നെ ഷവർമയിലെ പോലെ തന്നെയാണ് ഇത് സംഭവം. ചിക്കനൊക്കെ ഇതുപോലെ എടുത്തിട്ട് സ്ലൈസ് ചെയ്ത് ഇവർ ഷവർമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ബ്രെഡിൻ്റെ ഇടയിൽ ഈ തുർക്കിക്കാർ വന്നതിന് ശേഷം ഇവരത് സ്ട്രീറ്റ് ഫുഡായിട്ട് ഇറക്കിയത് ബ്രെഡിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഡോണർന്ന് ഇതിന് പേര് വന്നത്. ഡോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വടിയിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ട് തിരിയുന്നതെന്നാണ് ശരിക്കും ഒരു അർത്ഥം തുർക്കിഷിൽ. അങ്ങനെ ആ പേര് ഇങ്ങോട്ടേക്ക് വന്നത്. അത് 1970 ഡോണർ കബാബ് ജർമ്മനിയിൽ ഫേമസ് ആയി തുടങ്ങിയത്. തുർക്കിക്കാർ ഇങ്ങോട്ട് വന്നതിന് ശേഷം നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിക്കട്ടെ, നല്ല വിശപ്പ്. ചേട്ടായില്ലേ ഒരു ദുഷ്ടനാണ് ദുഷ്ടൻ. എനിക്ക് തരാണ്ട് ഒരു തുള്ളി പോലും എനിക്ക് തരാണ്ട്. ഞാൻ വന്ന് നോക്കിയപ്പോൾ പ്ലേറ്റ് കാലി. ഒരു തുള്ളി തന്നോ? ഞാൻ ഇവിടെ വിശന്നിരിക്കുക, അറിയോ? ചോറുണ്ട് എന്നിട്ട് അരിയില്ലായിരുന്നു, അതുകൊണ്ട് അരി മേടിക്കാൻ വേണ്ടി പോയത്. ഗൈസ്, അപ്പം ഞാനത് കഴിച്ച് തീർത്ത്. എനിക്ക് വിശന്നിരിക്കുന്നു. അപ്പം ഞാൻ ഇവിടെ കഴിച്ചത് കരുതത് ഞാൻ മൊത്തം കഴിച്ച് തീർത്ത്. പണി കിട്ടി, കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ഞാനൊരു ഷവർമ വീഡിയോ ഇട്ട് വരാമെന്ന് വിചാരിച്ചത്. അവസാനം അത് ഷോപ്പിംഗ് എത്തി, സാധനങ്ങൾ മേടിച്ച് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഭക്ഷണം കഴിച്ച് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ഉച്ച കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനാണ് പ്ലാൻ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണമൊന്ന് ഞെക്കി വെക്കുക. കൂടുതൽ പരിപാടീസ് വരുന്നുണ്ട് നമ്മുടെ വീഡിയോസ്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ എന്താണെന്ന് പറയാം. ബൈ.